ബൈ. പിള്ളേര് വേറെ ലെവലാട്ടോ മാഷാഅല്ലാഹ്. ആക്ച്വലി കറക്റ്റ് ആണ് കേട്ടാ. ആള് വേറെ ലെവലാണ്ടാ. കറക്റ്റ് അളവിൽ ഇങ്ങടോ ഇല്ലാതെ മൂപ്പര് അത് ഉണ്ടാക്കി തന്നു. അപ്പൊ ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ. നമ്മുടെ പാടം കാണാൻ നല്ല രസമുണ്ട് അല്ലേ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീപ്പിൻ്റെ സർവീസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ നമുക്ക് ഫുള്ള് വാഷ് ചെയ്ത് അടി അണ്ടർ ബോഡി കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള പ്ലാനിൽ ഇറങ്ങുകയാണ്. ഫസ്റ്റ് നമുക്ക് സർവീസ്. ഓക്കെ, വണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി ഫുള്ള് നമുക്ക് വാഷ് ചെയ്യണം. ടയറൊക്കെ കഴിച്ച് അടിയൊക്കെ ഫുള്ള് വാഷ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള പരിപാടി വെക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഇറങ്ങായി നേരെ ഷോറൂമിൽ പോവുക, സർവീസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതേ ഓൾമോസ്റ്റ് നമ്മുടെ ഷോറൂം എത്താനായിട്ടുണ്ട്. ഇനിയിപ്പോൾ കയറി ചെല്ലുകണ്ട. കിലോമീറ്റർ 83,000 ആയി. ആക്ച്വലി 80,000 പക്ഷെ നമ്മൾ ബാംഗ്ലൂരോടൊക്കെ പോയതുകൊണ്ട് കിലോമീറ്റർ നല്ല കൂടിയിട്ടാണ്. ഇനിയിപ്പോൾ പോയിട്ട് കുറച്ചധികം സർവീസും കാര്യങ്ങളുണ്ട്. ലൈക്ക് ഓയിൽ ചേഞ്ച് ചെയ്യണം, ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം. പിന്നെ നമ്മുടെ ടർബോൻ്റെ അടിയിൽ ചെറിയ ലീക്ക് ഉണ്ട്, അത് ക്ലിയർ ആക്കണം. അങ്ങനെ ചില്ലറ പണികളുണ്ട്. ടർബോൻ്റെ അടിയിൽ ലീക്ക് ഉള്ളത് മറ്റേ ഗ്യാസ്കിറ്റിൻ്റെ ഔട്ടാ, അത് ക്ലിയർ ആക്കണം. അപ്പോൾ ഇതാണ് ഷോറൂം. നമുക്ക് ആ ഷോറൂമിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് കയറ്റിയിടാം. ഓക്കെ, ഇന്ന് കിട്ടുമോയെന്ന് അറിയില്ല, ചിലപ്പോൾ നാളെ കിട്ടുള്ളൂ. എന്താ അവസ്ഥ ഞാൻ കയറി നോക്കിയോട്ടെ, എന്നിട്ട് പറയാം. അപ്പോൾ നമ്മൾ താറ് സർവീസിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ദിവസം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായി. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അതിന് ശേഷമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ വണ്ടി ഇന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നോക്കി നോക്കാം. നമ്മളിപ്പോൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ള എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബെൻസിൻ്റെ മുകളിൽ ചെറിയൊരു സ്റ്റിക്കർ വർക്ക് ചെയ്യാനുള്ളൊരു ചെറിയൊരു പ്ലാൻ ഉണ്ട്. അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിലൊരു നെയിം അതടിക്കാന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഇപ്പോൾ പോയി അടിക്കാൻ പറ്റുമോ എന്താ അവസ്ഥ എന്ന് അറിയില്ല, പോയി നോക്കട്ടെ. പിന്നെ നമുക്ക് ഗ്ലാസിൻ്റെ മുകളിലും അടിക്കണം. അങ്ങനെ ചില്ലറ പരിപാടി ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ മറ്റേ ഹെഡ്ലൈറ്റ് വാഷ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലത്തെ ആ ഒരു ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പ് ആരോ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ഞാൻ പാർക്കിങ്ങിൽ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ ക്യാപ്പ് മാത്രം, റൈറ്റ് സൈഡിലെ ക്യാപ്പ് മാത്രം കാണാനില്ല. അത് ആരോ ചൂണ്ടിക്കൊണ്ടുപോയി. അതാണെന്നുണ്ടെങ്കിൽ എവിടെയും കിട്ടാനില്ല, മേടിക്കാനും കിട്ടില്ല. അപ്പോൾ അത് നമുക്ക് കസ്റ്റം ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അങ്ങനെ പണിയായിട്ട് ഇറങ്ങിയതാണ്. ഓക്കെ, പിന്നെ പെൻസ് എടുത്തിട്ട് എന്തായാലും കുറച്ച് ദിവസങ്ങളായി. നമ്മൾ പെൻസ് അങ്ങനെ കാര്യമായിട്ട് എടുക്കാറില്ല, ഫാമിലി യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ എടുക്കാറുള്ളൂ. അല്ലാതെ ഫുൾ ടൈം താറ് സിൽക്ക് അങ്ങനെ നടക്കല്ല പണി. നമുക്കിപ്പോൾ പോയിട്ട് ബെൻസിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു സ്റ്റിക്കർ, ചെറുതല്ല, സൈഡിൽ 2 സൈഡിലും ഒരു സ്റ്റിക്കർ, പിന്നെ ഗ്ലാസിൻ്റെ മുകളിലും അടിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ, അടിക്കാൻ പറ്റുമോ എന്താ അവസ്ഥ എന്ന് അറിയില്ല. പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഷോപ്പിലെത്തിയിട്ടുണ്ട്. നമുക്ക് റംഷാക്കവിടെ പണി തുടങ്ങിയിട്ടുണ്ട്, സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിക്കാൻ കേട്ടോ. ഓക്കെ, അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡിൽ ഫേക്ക് ടാക്സിന്ന് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ എന്താ സംഭവം. അപ്പോൾ മൂപ്പരിപ്പ് എടുത്തിട്ട് വരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ 1 സൈഡ് സ്റ്റിക്കർ അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇത് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് മനസ്സിലാവും എത്രത്തോണ്ട് ഉണ്ട്. ഇപ്പോൾ അപ്പുറത്തെ സൈഡും കൂടി അടിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ. വേണ്ട, ഈ സൈഡിൻ്റെ അടിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. ഞാൻ അടിച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയിട്ട് ക്ലിയറിൽ ലോങ് സൈറ്റിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് മനസ്സിലാവും എത്രത്തോണ്ട് ഉണ്ടെന്ന്. ഓക്കെ, നമ്മൾ ഈ സൈഡ് ഇതാ ഫേക്ക് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടാക്സി സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ടാക്സി കൂടി അടിക്കാം.
അപ്പൊ നമ്മളിതാ നമ്മുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് അടിക്കണത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ നമുക്ക് അവിടെ പോയി ഇപ്പൊ തന്നെ സമയം 6 മണിയായി. ഇരുട്ടാവനാട്ടി മുന്നേ ഞാനിപ്പോ നാട്ടിലെത്താൻ ഇവിടെ അടുത്ത് തന്നെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മള് നാട്ടിൽ പോയി വണ്ടി നിർത്തിയിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. അപ്പൊ എനിക്ക് മനസ്സിലാവും എത്രത്തോണ്ട് വൃത്തിയുണ്ട്. വൃത്തിയില്ലെങ്കിൽ വൃത്തിയില്ല എന്ന് തന്നെ പറയണം. കാരണം നമുക്ക് അത് ഭംഗിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് കളയാം, എന്നിട്ട് വേറെ ഏതെങ്കിലും ട്രൈ ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ താറ് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, സർവീസും കാര്യങ്ങളും ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് പോയി എടുക്കണം. അപ്പൊ അതിനും കൂടിയും ടൈം കണ്ടെത്തണം. പിന്നെ അവിടെ പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഷോറൂമിൽ നമ്മുടെ അറിയുന്ന ആളുടെ സെക്യൂരിറ്റി ഉണ്ട്. പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിയുടെ അടുത്ത് കീ ഏൽപ്പിക്കും. നമുക്ക് ഏത് ടൈമിൽ പോയി എടുക്കാം. അപ്പൊ അതെന്തായാലും വണ്ടി എന്തായാലും ജീപ്പ് എന്തായാലും നമ്മൾ ഇന്ന് എടുത്തിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് എന്തായാലും ഞാൻ മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങള് അഭിപ്രായം പറയും എങ്ങനെയുണ്ട് എന്താ കാര്യം. ഓക്കെ, അപ്പൊ നമ്മളിതാ നമ്മുടെ പാടത്ത് എത്തിയിട്ടുണ്ട്. നല്ല അതിവിശാലമായ പാടം. ഞാൻ അവിടെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. കാണാം, നല്ല സ്ഥലേ. ഞാൻ അവിടെ ഇട്ടിട്ട് ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പൊ മനസ്സിലാവും. ബാക്കിൽ വണ്ടി ഉണ്ടാവും, ഒന്ന് പോക്കോട്ടെ കേട്ടോ. അപ്പൊ ഞാനിതാ പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഇത് ഡോറിന്റെ ഒരു ചെറിയ സൗണ്ടാണ് കേട്ടോ. ആക്ച്വലി ഹിഞ്ചിന്റെ ഒരു ചെറിയ സൗണ്ടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫേക്ക് ടാക്സി എന്നുള്ള അടിച്ചിട്ടുള്ള ഒരു വ്യൂ. ആക്ച്വലി ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വന്ന എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ഓടിയുടെ മുകളിൽ കണ്ടു. ഇവിടെ അല്ല, പുറത്തുള്ള വണ്ടിയാണ്. അതിൻ്റെ മുകളിൽ കണ്ടു. അതിൻ്റെ മുകളിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ആ ഓടിയുടെ മുകളിൽ എയർ ഉണ്ടായിരുന്നു, ഫുള്ള് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഇത് അടിച്ചത്. അപ്പോൾ ആ വണ്ടിയും ബ്ലാക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ അതിങ്ങനെ അടിച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു താല്പര്യപ്രകാരം അടിച്ചതാണ്. ഇതും ഭംഗിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു കളയാം. പിന്നെ എന്താ പറയുക, അതിനാണ്. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ. നമ്മുടെ പാടം കാണാൻ നല്ല രസമുണ്ട് അല്ലേ? മാഷാ അല്ലാഹ്, വേറെ ലെവൽ കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെ. പിന്നെ ഫ്രണ്ട് വ്യൂ. പിന്നെ ഞാൻ പറഞ്ഞ കേസ് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതാ ഈ ഒരു ക്ലിപ്പാണ് കേട്ടോ നമ്മുടെ നിന്ന് അടിച്ചുകൊണ്ട് പോയത്. ഈ ഒരു കറക്റ്റ് റൈറ്റ് സൈഡത്തെ ഈ ഒരു പീസ് മാത്രം എടുത്തുകൊണ്ട് പോയി. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ കണ്ട, ഇവിടെ അതുണ്ട്, അത് മാത്രം. പിന്നെ അത് മാത്രമായിട്ട് കിട്ടാല്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കസ്റ്റം ചെയ്തിട്ടുണ്ട്. ആ സാധനം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അതാണ് നമ്മുടെ ആ സംഭവം കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ ഐറ്റമാണ് ഇത്. ആക്ച്വലി ഫോക്കസ് ആവണില്ല. ഇതാണ്ട, ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. ഇതാണ് ഇതിൻ്റെ കമ്പനി വരുന്നത് കേട്ടോ. സംഭവം കറക്റ്റ് മാച്ചിൽ തന്നെ ഉണ്ടാക്കിയെന്നത് നമ്മുടെ അച്ചാനാണ്. ചേട്ടാ, ഉണ്ടാക്കിയെന്നത് നമ്മുടെ അച്ചാനാണ് കേട്ടോ. അത് ആക്ച്വലി കറക്റ്റാണ് കേട്ടോ. ആള് വേറെ ലെവലാണ്ടാ. കറക്റ്റ് അളവിൽ അങ്ങടോ ഇല്ലാതെ മൂപ്പരത് ഉണ്ടാക്കി തന്നു, സെറ്റ് ചെയ്ത് തന്ന്. ഇനി നമുക്കത് പെയിൻറ് ചെയ്തിട്ട് കണ്ടോ, ആ സൈഡ് കണ്ടോ, ഓക്കെ അല്ലേ? ഇനി നമുക്കിത് പെയിൻറ് ചെയ്തിട്ട് ബ്ലാക്ക് ഗ്ലോസി അടിച്ചതിന് ശേഷം നമ്മളിത് അതിൻ്റെ മുകളിൽ കയറ്റും. പിന്നെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സംഭവം കിട്ടാനില്ല. ആ ഒരു പീസ് മാത്രമായിട്ട് നമുക്ക് കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിപ്പിച്ചത്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഗ്ലോസി അടിച്ചിട്ട് കയറ്റാം. അപ്പോൾ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സംഭവിച്ച് നമ്മുടെ വീലും കൂടി ആ ക്രോമ് മാറ്റിയിട്ട് നമുക്ക് ഫുൾ ബ്ലാക്ക് ആക്കണം. വണ്ടി ഫുള്ള് ബ്ലാക്കിൽ എടുക്കണം. അതാണ് കേട്ടോ ഒരു ഭംഗി. അപ്പോൾ നമ്മൾ അതും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പെയിൻ്റ് ആയിരിക്കില്ല ചെയ്യുക, നമ്മൾ ചെയ്യുന്നത് റാപ്പായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ വേറെ കൺസെപ്റ്റ് ഇതിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് സക്സസ് ആവണം, വണ്ടി കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചതും കാര്യങ്ങളൊക്കെ കാണിച്ച് പിള്ളേരുണ്ട് കേട്ടോ. ഹായ്, അറിയൂ സുഖല്ലേ? വണ്ടി വരുന്നു. മാറിക്കോ വണ്ടി. കയറിത്തേക്കാണ്. ബൈ ബൈ. പിള്ളേര് വേറെ ലെവലാട്ടോ. മാഷാ അല്ലാഹ്. പിള്ളേര് എന്താ പറയാ, വണ്ടിയോടുള്ള പ്രാന്തമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടൊക്കെയാണ് അവർക്ക് ഈ ഒരു പ്രാന്ത് കയറിയതും ഇതിനോട് ഇങ്ങനെ ഇഷ്ടം തോന്നിയതും എന്നോടൊരു പേഴ്സണലി ഇഷ്ടം തോന്നിയതും കേട്ടോ. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ നമ്മുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ പോയി ബെൻസ് കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം ഷോറൂമിലേക്ക്. അപ്പോൾ അത് നമ്മൾ ബസ്സിലാണ് കേട്ടോ പോണത്. ഓക്കെ ഗായ്സ്, നമ്മളിതാ ജീപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ജീപ്പ് എടുത്തു, ഷോറൂമിൽ പോയി വണ്ടി എടുത്ത് നമ്മളിതാ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സർവീസും കാര്യങ്ങളൊക്കെ പക്കേ. നമ്മൾ വണ്ടി വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വാഷിങ് ഞാൻ ഈ ഷോറൂമിൽ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഒരു ഫോം വാഷാണ് ചെയ്യുക. ഫോം വാഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ, നമ്മൾ ബ്ലാക്ക് വണ്ടിയുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് സ്ക്രാച്ച് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്യാറില്ല. ചെയ്യണമെന്നേ പറയാറുള്ളൂ.
മൊത്തത്തിൽ ഇപ്പൊ സ്ക്രാച്ച് ആണ്, ക്ലിയർ ആക്കിപ്പിക്കണം. പക്ഷെ എന്നാലും അങ്ങനെ ചെയ്യുമ്പോൾ ഓവറായിട്ട് നല്ല കട്ടിയുള്ള ചളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് പിടിക്കും. അപ്പൊ വാഷിങ്ങിന്റെ നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ ഈ വീഡിയോ എത്ര ഉണ്ടാവുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാവുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ആക്കണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.